മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, വെളിച്ചമാകുന്ന ക്രിസ്തുവാകുന്ന ജ്വലിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം മനുഷ്യന് ജ്വലിക്കുവാൻ മനുഷ്യന്റെ വെളിച്ചമായി മാറിയവനായിട്ടാണ് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജ്വലിക്കുന്ന വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന, മനുഷ്യന്റെ ഇരുണ്ട് പോയ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ഒരു പ്രകാശമായി ക്രിസ്തു, ഒരു ജീവന്റെ പ്രകാശം, ജീവൻ നൽകുന്ന പ്രകാശമായി കർത്താവുണ്ട്. ഇരുട്ടിലല്ലെങ്കിൽ അന്ധതമസ്സിൽ കിടക്കുന്ന ആ ജീവൻ നശിച്ചു പോയ, കാരണം അന്ധതമസ്സിലെ ജീവൻ സ്വീകരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുവാനായി ദൈവത്തിന്റെ ജീവൻ, കർത്താവിന്റെ ജീവൻ വരുമ്പോൾ അതെന്താകും? പ്രകാശപൂർണമാകും. ഇരുട്ട് ഉള്ളിടത്ത് വെളിച്ചം വരുന്നത് പോലെ കർത്താവിന്റെ പ്രകാശം വരുന്നിടത്ത് വെളിച്ചമുണ്ടാകും, അവിടെ ജീവൻ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സമൃദ്ധിയായ ജീവൻ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു സമൃദ്ധിയായ ജീവനെ കുറിച്ച്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മോഷ്ടിക്കുവാനും മറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായ ജീവൻ യേശുക്രിസ്തുവിലുള്ളത് സമൃദ്ധിയായ ജീവനാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, നമ്മളെ രക്ഷിക്കുവാനായി, നമ്മൾക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ 33 തിരുവഴുത്തിലെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി അവൻ പകർന്നു തന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ, നമുക്ക് സമൃദ്ധിയായ ഒരു ജീവൻ നൽകുവാൻ, നമ്മുടെ സമൃദ്ധമായി നടത്തുവാൻ, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, നമ്മൾ ദൈവത്താൽ ജീവിക്കേണ്ടതിന്, നമ്മൾ ദൈവത്തിൽ ചരിക്കേണ്ടതിന്, ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുവാൻ, ആ ദൈവരാജ്യത്തിലെ ജീവൻ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10:10 കാണുന്നത്. അതുപോലെ തന്നെ മരിച്ചവർക്ക് ജീവൻ നൽകുന്ന യോഹന്നാന്റെ സുവിശേഷം 11:25 വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു, 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന ജീവനെ കുറിച്ച്, യേശുവോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ്? അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ദൈവവചനം വളരെ ശക്തിയോടെ പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ നൽകും. അതുപോലെ തന്നെ മരിച്ചാലും നിങ്ങൾ ജീവിക്കുമെന്ന് ആ വചനം വളരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:6 വരുമ്പോൾ വഴിയും സത്യവും ജീവനും എന്നവിടെ കാണുന്നു. ഈ വഴി സത്യമാണ്, അത് ജീവനാണ് എന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6 അത് നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശുവിനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കാരണം വഴിയറിയാതെ തെറ്റുന്നവർക്ക് കർത്താവ് വഴി നൽകുന്നവനാണ്. അതുപോലെ തന്നെ ജീവൻ നൽകുന്നവനാണ്. ജീവനാണ്, അതുപോലെ തന്നെ സത്യമാണ്. ഏക സത്യ വഴിയും ഏക സത്യ ജീവനുമായ കർത്താവ്, ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം വഴികളെ തുറന്നു തരുന്നവനാണ്. ആ വഴി, ഏത് വഴി, നിങ്ങളുടെ വഴികൾ ഏതെങ്കിലും അടങ്ങിയിരിക്കുകയാണെങ്കിലും ദൈവം ഇന്ന് വഴികളെ തുറക്കുന്നവനാണ് എന്നുള്ള കാര്യവും ആ വചനത്തിൽ വളരെ
വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൽ നിത്യമായ ജീവനാണ്, യേശുക്രിസ്തുവിലുള്ള ജീവനെ കുറിച്ച് പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 5:21 കാണുന്നു, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയായി നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അതെന്താണ്? നിത്യതയെ അല്ലെങ്കിൽ നിത്യമായ ജീവൻ നൽകുന്ന, അതായത് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിത്യമായ ജീവൻ നമുക്ക് നൽകുന്ന ഒന്നാണ് എന്താണ് ഈ ജീവൻ എന്ന് പറയുന്നത്? കർത്താവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതം, അതായത് നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നിത്യജീവനായിട്ട് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ജീവനായിട്ടാണ് കർത്താവിന്റെ ജീവൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, മരണത്തെ നീക്കുന്ന ജീവൻ. മരണത്തെ നീക്കുന്ന ജീവൻ, അതായത് മരണം എവിടെ വാഴുന്നുവോ അവിടെ എന്താണ്? ജീവൻ ഉണ്ടാകുന്നു. മരണം മാറുന്നിടത്ത് ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 2 തിമോത്തിയോസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 തിമോത്തിയോസ് അതിന്റെ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:10. 2 തിമോത്തിയോസ് 1:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്താണ്? ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വർണ്ണ നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? ഇപ്പോൾ മരണം നീക്കുന്ന, അപ്പൊ മരണം നീക്കുന്ന ഒന്നാണ് കർത്താവിന്റെ ജീവൻ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കാരണം മരണഭീതിയിലാണോ അല്ലെങ്കിൽ മരിച്ച രീതിയിലാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ മരണത്തെ നീക്കുവാൻ കഴിയുമെന്നാണ് ഈ ദൈവവചനത്തിന് വളരെ വ്യക്തമായിട്ട് പറയുവാനുള്ളത് എന്നുള്ള കാര്യമാണ്. മരണത്തെ നീക്കുന്ന, മരണത്തെ ഇല്ലാതാക്കുന്ന ഒരു ജീവനാണ്. ഈ ജീവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവവചനം സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ 7-ാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന്, ജീവന്റെ ഏക ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 യോഹന്നാൻ 5:12. 1 യോഹന്നാൻ ഈ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 5:12 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ്, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിലൂടെ, അതായത് യേശു ക്രിസ്തുവിലൂടെ, അതായത് പുത്രനായി വെളിപ്പെട്ട അല്ലെങ്കിൽ വെളിപ്പെടുകയായിരുന്നു ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു പുത്രനായിട്ട്. അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ പുത്രനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണം. സമൃദ്ധിയായി ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. അതായത് കള്ളൻ വരുന്നത് അറക്കുവാനും മോഷ്ടിക്കുവാനും വരുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വരുന്നത് എന്താണ്? സമൃദ്ധിയായിട്ട് ജീവൻ നൽകുവാനാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ വേരൂന്നി വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് നീതിയായി കണക്കിടുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം നിങ്ങൾക്ക് ജീവനെ നൽകുന്ന ക്രിസ്തു നിങ്ങൾക്ക് ജീവൻ നൽകുന്നവനാണ് എന്നുള്ളതാണ് ഈ വചനത്തിലുടനീളവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ വചനത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവകൃപ
അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ എന്തായി മാറുകയാണ്? നിങ്ങൾ ജീവന്റെ ആധാരമായ ക്രിസ്തുവിൽ ലയിച്ചു ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.